ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ADGP H. വെങ്കടേഷ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. സംസ്ഥാന വ്യാപക തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. രാഹുൽ കോയമ്പത്തൂരിലുണ്ടെന്ന സംശയത്തെ തുടർന്ന് അന്വേഷണ സംഘം കോയമ്പത്തൂരിലാണ്. അന്വേഷണ സംഘം പാലക്കാട്ടെത്തിയ ദൃശ്യങ്ങളും റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു. ഹരിമോഹനും അഷ്കർ അലിയും വിവരങ്ങളുമായി. ആദ്യം ഹരിമോഹനിലേക്കാണ്. ഹരിമോഹൻ, ഇപ്പോൾ രാഹുലിന്റെ അറസ്റ്റ് വേഗം വേണം എന്ന് ADGP നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം വരെ പോലീസ് പരിശോധന ആ രൂപത്തിൽ നടന്നില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? കാരണം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. അതിന്റെ വിധി എന്താണെന്ന് അറിഞ്ഞിട്ട് മതി എന്ന രൂപത്തിലൊരു തണുത്ത നിലപാടായിരുന്നോ ഇന്നലെ വരെ പോലീസ് എടുത്തത്? സ്മൃതി, ഇന്നലെ വൈകിട്ട് വരെ പോലീസിന്റെ നിലപാടെന്ന് പറയുന്നത് രാഹുൽ എവിടെയുണ്ട് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തുക, രാഹുലിനെ കൃത്യമായി നിരീക്ഷണത്തിൽ വെക്കുക, റഡാറിൽ നിന്ന് വിട്ടുപോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ചാണ് കൃത്യമായ നിർദ്ദേശം ADGP താഴെത്തട്ടിലേക്ക്, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്ക് നൽകിയത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇനി ഒരു കാലതാമസവും വരേണ്ടതില്ല, അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് അന്വേഷണ സംഘത്തിന് നേരിട്ട് ADGP നൽകിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ADGP ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്തിയതെന്ന് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ബുധനാഴ്ച മാത്രമാണ്. ഇതുവരെ ഒരു വട്ടം പോലും ആ ഹർജി പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ യാതൊരു തടസ്സവും ഈ അറസ്റ്റിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ, ആഭ്യന്തര വകുപ്പിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നത് നല്ലതല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന വ്യാപകമായി തന്നെ പരിശോധന കർശനമാക്കാൻ ഉള്ള നിർദ്ദേശം ADGP നൽകിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി പരിശോധന എന്ന് പറയുമ്പോൾ അത് കൂടാതെയുള്ളത് കോയമ്പത്തൂരാണ്. അതായത് കോയമ്പത്തൂരിലേക്ക് കടന്നിരിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ADGPക്ക് ലഭിച്ചിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. അതായത് പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകാൻ എളുപ്പമാണ്. മാത്രമല്ല ഇന്നലെ ഒക്കെ തന്നെ രാഹുൽ ഉച്ചയ്ക്ക് ശേഷം രാഹുൽ എവിടെയാണെന്നുള്ളതിൽ ആർക്കും തന്നെ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കോയമ്പത്തൂർ സാധ്യത തള്ളിക്കളയേണ്ടതില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ തന്നെ അന്വേഷണം നടക്കുകയാണ്. അതുകൂടാതെയാണ് പ്രത്യേകമായി പാലക്കാട്, കൊച്ചി പോലുള്ള ഇടങ്ങളിൽ കൂടി പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. അത് രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ ഈ ദിവസങ്ങളിൽ, അതായത് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം കൃത്യമായ തെളിവുകളും മൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അറസ്റ്റിന് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വേഗത്തിലൊരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നതെന്ന് കൂടി വേണം മനസ്സിലാക്കാൻ. തെളിവ് ശേഖരണമായിരുന്നു പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു വലിയ കടമ്പ. അത് ഒരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ മൊഴി വന്നിരിക്കുന്നു, മെഡിക്കൽ രേഖകൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു, ഫ്ളാറ്റിൽ എത്തിക്കൊണ്ട് മഹസർ തയ്യാറാക്കിയിരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട നീക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആകെ ഉള്ളത് ഡിജിറ്റൽ തെളിവുകൾ എന്നുള്ള രൂപത്തിൽ ഈ ശബ്ദ സാമ്പിളിന്റെ പരിശോധന പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ ശബ്ദ സാമ്പിൾ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ. അത് ഏറെക്കുറെ ഇന്ന് പൂർത്തീകരിക്കും എന്നുള്ളതാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അതുമായി, അതായത് പൂർണ്ണമായിട്ടും തെളിവുകൾ രാഹുലിനെതിരെ സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അന്വേഷണ സംഘം അതോടുകൂടി കരുതുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അറസ്റ്റിലായി കഴിഞ്ഞാൽ ഈ കോടതിയിലുള്ള ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ രാഹുലിന് തിരിച്ചടി ലഭിച്ചേക്കും. ഈ തെളിവുകൾ മുന്നോട്ട് വെച്ചാൽ അത് അന്വേഷണ സംഘത്തിന് പ്രോസിക്യൂഷന് അനുകൂലമാകുന്ന ഒരു വിധിയായിരിക്കും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് അശാസ്ത്രീയ ഗർഭചിത്രം നടന്നു എന്നുള്ള ഒരു കാര്യം പോലീസിന് സ്ഥിരീകരിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. അതിന് രണ്ട് സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മെഡിക്കൽ രേഖകൾ, രണ്ട് യുവതിയെ ചികിത്സിച്ച സ്വകാര്യ ആശുപത്രികളിലെ 2 ഡോക്ടർമാർ. ഇത് രണ്ടും നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മെഡിക്കൽ രേഖകൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നതാണ്. അത് ആശുപത്രിയിൽ എത്തിക്കൊണ്ട് തന്നെ, ഈ 2 ആശുപത്രികളിലും എത്തിക്കൊണ്ട് തന്നെ പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെയാണ് ഈ ചികിത്സിച്ച 2 ഡോക്ടർമാരുടെയും മൊഴി വന്നിരിക്കുന്നത്. അത് അശാസ്ത്രീയ ഗർഭചിത്രം തന്നെയാണ്. തങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന സമയത്ത് യുവതിയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു, അമിതമായി രക്തസ്രാവം ഉണ്ടായിരുന്നു.
മാത്രമല്ല ആ ഗുളികകൾ, ഈ കഴിച്ച 2 ഗുളികകളുടെയും പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കം ഡോക്ടർമാർ മൊഴിയായി രേഖപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ആ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ജീവൻ പോലും അപകടത്തിലാവുന്ന നിലയിലേക്ക് എത്തും എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അശാസ്ത്രീയ ഗർഭചിത്രം എന്ന് പറയുന്നതിനെ പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്, അത് ആധികാരികമാണ് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശബ്ദരേഖയുടെ കാര്യമാണ്. ആ ശബ്ദരേഖ ഒന്നല്ല, അനവധി ശബ്ദരേഖ രാഹുലിൻ്റെതും യുവതിയുടേതുമായിട്ടുണ്ട്. യുവതി അത് പോലീസിന് നേരത്തെ തന്നെ പരാതിയോടൊപ്പം കൈമാറുകയും ചെയ്തിരുന്നു. അത് ഉറപ്പിക്കേണ്ടതുണ്ട്. നിലവിൽ യുവതിയുടെ ശബ്ദ സാമ്പിൾ എടുത്തുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നു. ഒപ്പം ഇനി രാഹുലിന്റെ ശബ്ദ സാമ്പിൾ ശേഖരിക്കുന്ന പ്രക്രിയ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതിൽ സ്മൃതി. ശരി, അഷ്കറിലേക്ക് പോകുന്നു. അഷ്കർ, ഇപ്പോൾ അന്വേഷണ സംഘം പാലക്കാടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? പാലക്കാട് തന്നെ ആയിരിക്കും രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന അനുമാനത്തിലാണോ? അങ്ങനെയാണെങ്കിൽ കോയമ്പത്തൂരിലും പരിശോധനയുണ്ട്. എന്താണ് പോലീസ് ലഭിച്ചിരിക്കുന്ന സൂചന എന്നാണ് അറിയാനാവുന്നത്? പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ളത് 2 കടമ്പകളാണ്. ഒന്ന്, ഈ പറയുന്നത് പോലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അറസ്റ്റ് എന്നതാണ്, അതിൽ സംശയമില്ല. മറ്റൊന്ന്, ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ്, മഹസറടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കലാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലാ SP ഓഫീസിന് സമീപത്തുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുമ്പിലാണ്. ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുമ്പിൽ തന്നെ അന്വേഷണ സംഘം, തിരുവനന്തപുരത്ത് നിന്നുള്ള തമ്പാനൂർ പോലീസിൽ നിന്നുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. തമ്പാനൂർ SH അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ അന്വേഷണ സംഘത്തിൻ്റെ അവർ സഞ്ചരിക്കുന്ന വാഹനമാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഈ അന്വേഷണ സംഘം പാലക്കാട് എത്തുന്നത്. പാലക്കാട് എത്തിയ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു. രാഹുൽ എവിടെയൊക്കെ പോയിട്ടുണ്ടാകും എന്നുള്ളത് കേന്ദ്രീകരിച്ചൊക്കെ തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ രാഹുലിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ അല്പം കാലതാമസം വരുത്തും എന്നതായിരുന്നു പോലീസിൻ്റെ നിലപാടെങ്കിൽ ഇപ്പോൾ അറസ്റ്റിലേക്ക് കടക്കാമെന്നുള്ള ഒരു പോളിസിയിലേക്ക് പോലീസ് എത്തിയതോടെ തന്നെ സ്വാഭാവികമായും ഈ അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള ആദ്യത്തെ കടമ്പ അത് തന്നെയായിരിക്കും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ എവിടെയാണ് എന്ന കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത പോലീസിന് ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ അതിനുവേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ തന്നെ പോലീസ് നടത്തിയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ പോലീസ് പറയുന്നത് രാഹുൽ എവിടെയുണ്ട് എന്നതിൽ കൃത്യമായൊരു വിവരമില്ല എന്നുള്ളതാണ്. രാഹുലിന് വേണ്ടി വലിയ വലവിരിക്കലും വലിയ നിരീക്ഷണമൊക്കെ ഒരുക്കി രാഹുലിൻ്റെ സഞ്ചാരമൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. രാഹുൽ പലവട്ടം ജില്ലയിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും പോകുന്ന രീതി സ്വീകരിക്കുന്നു എന്നതടക്കമായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ. പക്ഷേ നിലവിൽ അങ്ങനെയല്ല. രാഹുൽ എവിടെയാണെന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരം പോലീസിൻ്റെ പക്കലില്ല എന്നുള്ളതാണ്. രാഹുലിന് വേണ്ടി പോലീസ് വലിയ തോതിൽ തെരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ പാലക്കാട് ജില്ലയിൽ തന്നെ വടക്കഞ്ചേരി, അതുപോലെ തന്നെ മംഗൾ ഡാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും അവിടുത്തെ റിസോർട്ടുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ തോതിൽ പോലീസ് പരിശോധന നടത്തുകയും തെരച്ചിൽ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നിലവിലെ സംബന്ധിച്ചിടത്തോളം രാഹുൽ എവിടെയാണെന്ന കാര്യത്തിൽ പോലീസിന് വിവരമില്ല. എങ്ങനെയെങ്കിലും രാഹുലിനെ ഉടൻ കണ്ടെത്തുക, അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെ മുമ്പുള്ള ഒരു തീരുമാനം. അന്വേഷണ സംഘത്തോടൊപ്പം തന്നെ ജില്ലയിലുള്ള പോലീസ് സംവിധാനം അതിനുവേണ്ടി വലിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്വേഷണ സംഘം പ്രധാനമായും ഇവിടെ നിന്നുള്ള തെളിവുകൾ ശേഖരിക്കുക, അതിനോടൊപ്പം തന്നെ രാഹുലുമായി കേസുമായി ബന്ധപ്പെട്ട ഫ്ളാറ്റുകളിലെത്തി മേസർ തയ്യാറാക്കുക, തെളിവെടുപ്പ് നടത്തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിന് ഇതിൽ പരാതിക്കാരി കൂടി ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷണ സംഘം പ്രധാനമായും മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരമാവധി പുറത്തേക്ക് പോകാതിരിക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം രാഹുൽ പലയിടങ്ങളിൽ നിന്നും ഒളിസങ്കേതങ്ങൾ മാറ്റുന്നു, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയം പോലീസിനുണ്ട്. അതുകൊണ്ടാണ് പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചു. അതേസമയം തന്നെ ജില്ലയോട് ചേർന്ന് നടക്കുന്ന ഇതര സംസ്ഥാനം കൂടിയായിട്ടുള്ള തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസ് തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുന്നത്. സ്മൃതി.